ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു പെൻസിൽ കേസാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഇതേ അളവിലുള്ളതാണ് ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. ഇത് പഴയ ജീൻസിലാണ്. നമുക്ക് ഒരു പീസ് പഴയ ജീൻസിൻ്റെ തുണി മാത്രം മതി. ഇപ്പോൾ ഇതിൻ്റെ നീളം 32 സെൻറ്റിമീറ്റർ ആണ്, വീതി 30 സെൻറ്റിമീറ്റർ, ലെങ്ത് 32 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 30 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ ഞാൻ ഇത് പ്ലാസ്റ്റിക് അല്ല, നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു കവറാണ്. അതിൻ്റെ ഒരു പീസും കൂടാണ് ഞാൻ ഇതിൽ സെൻറ്റർ ഭാഗത്ത് വയ്ക്കുന്നത്, കുറച്ച് സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയാണ്. ഇതൊന്നും ഇല്ലാതെ തന്നെ ജീൻസിൻ്റെ ക്ലോത്തിൽ മാത്രവും ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് 3 പീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ലൈനിങ് പീസും കൂടെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 32 സെൻറ്റിമീറ്റർ ആണ് നീളം, ലെങ്ത് 32 സെൻറ്റിമീറ്റർ, വീതി 30 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 30 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ ഈ 3 പീസും കൂടി നമ്മൾക്കതിൻ്റെ ബാക്ക് സൈഡിൽ ആ ലൈനിങ് തുണി വെച്ചിരിക്കുന്നിടത്ത് നമ്മൾക്ക് സ്കെയിലിൻ്റെ അളവിനാണ് ഞാൻ ലൈൻ വരയ്ക്കുന്നത്. ഇപ്പോൾ ഈ ലൈൻ വരച്ചെടുത്ത് ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എടുത്താൽ മതിയാകും. ഇപ്പോൾ ഈ ലൈൻ വരച്ചെടുത്തെല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്കത് ഒരേ ലെവലിൽ നമ്മൾക്ക് ബാലൻസ് തുണി കട്ട് ചെയ്ത് മാറ്റണം. ശേഷം നമ്മൾ 30 സെൻറ്റിമീറ്റർ 30 സെൻറ്റിമീറ്റർ എടുത്തെടുത്താണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുന്നത്, സിബ് വയ്ക്കുന്നത്. അപ്പോൾ സിബിൻ്റെ റൈറ്റ് സൈഡും ജീൻസിൻ്റെ റൈറ്റ് സൈഡും രണ്ടിൻ്റെ നല്ല വശം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടുന്നത്. അപ്പോൾ ജീൻസിൻ്റെ റൈറ്റ് സൈഡും നമ്മൾ സിബിൻ്റെ റൈറ്റ് സൈഡും കൂടി ചേർത്ത് വെച്ച് മുകൾ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യണം. ശേഷം ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കണം. അത് നമ്മൾ ഫസ്റ്റ് ചെയ്ത് ആ അരികുവശം അപ്പുറത്തോട്ട് തന്നെ വെക്കണം. ഇങ്ങോട്ട് മടക്കി വെക്കാതെ തന്നെ ആ സൈഡിലോട്ട് തന്നെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അത് സിബിടുമ്പോൾ അത് നൂല് ഒക്കെ ഉടക്കും. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനിയും അടുത്ത സൈഡും കൂടി സിബുമായിട്ട് ജോയിൻ ചെയ്യണം. നമുക്ക് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. ശേഷം നമ്മൾക്ക് ആ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തിട്ട് ആ ഭാഗത്തുമാണ് നമ്മൾക്ക് സിബ് വരേണ്ടുന്നത്. അപ്പോൾ നമ്മൾ ആ 2 സൈഡും നമ്മൾ സിബ് വശം നമ്മൾ സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് 1 സെൻറ്റിമീറ്റർ നമ്മളവിടെ മാർക്ക് ചെയ്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്യണം. 2 സൈഡും സ്റ്റിച്ച് ചെയ്യണം. ശേഷം നമ്മൾ ഒരു സ്ട്രാപ്പിന് വേണ്ടിയിട്ടാണ് അത് ഇതിൽ 8 ഇഞ്ചാണ് വരുന്നത്. പക്ഷേ 6 ഇഞ്ച് മതിയാകും നമ്മൾക്ക്. 8 ഇഞ്ച് ആകുമ്പോൾ ഒത്തിരി വലുതാകും. 6 ഇഞ്ച് ആയാലും മതി. അപ്പോൾ നമ്മൾ ആ സിബ് സെൻറ്ററിൽ ആ സിബ് വരുന്നിടത്താണ് നമ്മൾ ഇതുമായിട്ട് നമുക്ക് ജോയിൻ ചെയ്യേണ്ടുന്നത്. ആ സെൻറ്റർ പാർട്ടിലാണ് വരേണ്ടുന്നത് സിബിൻ്റെ. ശേഷം നമ്മൾ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തെടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. 2 സൈഡ് സ്റ്റിച്ച് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ സിപ്പറിൻ്റെ ബാക്കി നമ്മൾ ബാലൻസ് കട്ട് ചെയ്ത് മാറ്റുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് 1 ഇഞ്ച് 4 സൈഡും മാർക്ക് ചെയ്തിട്ട് നമ്മൾ
4 സൈഡും 1 ഇഞ്ച് സ്ക്വയർ. ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ശേഷം അത് നമ്മൾ 4 സൈഡിലെയും അത് നമ്മൾ മാർക്ക് ചെയ്ത് സ്ക്വയർ ചെയ്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. അവിടെ നമ്മൾ 1 സെൻറ്റിമീറ്ററാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് 2 സൈഡിൽ. ഫസ്റ്റ് 1 സെൻറ്റിമീറ്റർ നമ്മൾ 2 സൈഡ് സ്റ്റിച്ച് ചെയ്തതാണ് മാർക്ക് ചെയ്തിട്ട്. ശേഷം സ്ക്വയർ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത ഭാഗം ഞാൻ അരികെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് പൈപ്പിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പൈപ്പിംഗ് വെച്ച വശവും കൂടെ ചേർത്താണ് നമ്മൾക്ക് ഇവിടെ കട്ട് വശം നമ്മൾക്ക് ജോയിൻ ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഈ പൈപ്പിംഗ് ചെയ്ത വശം ഏത് സൈഡിലോട്ടാണോ ഫസ്റ്റ് നമ്മൾ ചേർത്ത് വെച്ച് ജോയിൻ ചെയ്യുന്നത് അതേ ഡയറക്ഷനിലായിരിക്കണം ഓപ്പോസിറ്റ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ വരേണ്ടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾക്കതിവിടെ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 4 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ 4 സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പം നമ്മൾ ആ പൈപ്പിങ് ചെയ്ത വശം ഒരേ ലെവലിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് 2 സൈഡും. ശേഷം ഇവിടെയും കൂടി നമ്മൾക്ക് ആ ജോയിൻ ചെയ്ത ഭാഗം കട്ട് ചെയ്ത് വശം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പൈപ്പിംഗ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾക്ക് സിബ് എവിടെയാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പൺ ചെയ്യാൻ അവിടെയാണ് നമ്മൾക്ക് ആ സ്ട്രാപ്പ് വെക്കേണ്ടുന്നത്. ഇതിപ്പോൾ നമ്മൾക്ക് ഇതൊന്നും ഇല്ലാതെ ലൈനിങ്ങോ ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാം. ഇത് മാത്രമായിട്ട് ചെയ്യാം. ഇതിപ്പോൾ പെൻസിൽ, പേന, അത്യാവശ്യം ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇത് ഒരു പഴയ ജീൻസ് കൊണ്ട് ഒരു പീസ് തുണി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ചുകൂടി വലിപ്പമുണ്ട്. ഇത് 38x28 സെൻറ്റിമീറ്ററാണ്. 1½ ഇഞ്ചാണ് 4 സൈഡ് സ്ക്വയർ അരച്ച് കട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ ലൈനിങ് ഒന്നും ഇടാതെയാണ് ചെയ്തിരിക്കുന്നത്. ഇതും അതേപോലെ തന്നെയാണ്. ഒരു ഓൾഡ് ജീൻസിൻ്റെ ഒരു പീസ് ക്ലോത്തും ഒരു സിബും മാത്രമാണ്. അപ്പോൾ ഞാൻ നൂലിടാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ലൈനിങ്ങോ ഒന്നും വച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു പഴയ ഷർട്ട് പീസിൻ്റെ തുണിയായിരുന്നു. ഇത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് മാത്രം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ക്രോഷ്യ ഹൂക്കെല്ലാമാണ് ഞാനിതിൽ ഇടുന്നത്. അതിനാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇതൊരു ചെറിയ ഒരു പീസാണ്. ഇതും ഒരു ഓൾഡ് ജീൻസിൻ്റെ തന്നെയാണ് സിബ്. അത് ബാഗിൻ്റെ പഴയ സിബാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഞാൻ ഹെയർ ക്ലിപ്പാണ് ഇതിൽ വയ്ക്കുന്നത്. അത് 28x80 സെൻറ്റിമീറ്ററാണ്. 18x28 സെൻറ്റിമീറ്റർ 28 സെൻറ്റിമീറ്ററാണ്. ആ ബ്ലൂ ജീൻസിൻ്റെ ചെറിയതിൻ്റെയാണ് പറഞ്ഞത്. ഇതും ഒരു ചെറിയ പീസ് തുണിയാണ്. ഇത് ഞാൻ എൻ്റെ മെഡിസിനൊക്കെയാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയാണ്. എല്ലാവരും നമ്മൾക്ക് ഒത്തിരി ഉപയോഗമുള്ളതാണ്. കുറച്ച് പഴയ ജീൻസിൻ്റെ തുണി മാത്രം മതി. താങ്ക് യു. ഇൻട്രസ്റ്റ് ഉള്ളവർ